ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ യൂട്യൂബ് ചാനൽ. അതെ, ന്യൂ എന്നൊന്നും പറയുന്നത് ഞങ്ങളെ ഓൾഡ് യൂട്യൂബ് ചാനൽ ഞങ്ങളൊന്ന് മോഡിഫൈ ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനുള്ള ആൻസർ ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മൾ ആരും ക്വസ്റ്റ്യൻ ചോദിച്ച ആൾക്കാരെ പേര് ഇവിടെ എടുത്ത് പറയുന്നില്ല, കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ട് ആൾക്കാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഒരു സങ്കടമാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാരും പല ബ്ലോഗൊക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫെമിലിയർ ആൾക്കാർക്ക് ഫെമിലിയർ ആയിട്ടാണ് നമ്മൾ തുടങ്ങുന്നതിന് Q&A. അതെ, ഓക്കെ. അപ്പം ക്വസ്റ്റ്യൻസ് വായിക്കട്ടെ. 300 ആളെന്ന് വിചാരിച്ച് നിങ്ങള് ഇത്ര ഉണ്ടാവും, കാരണം ഞങ്ങള് ഒരാഴ്ചനെ കൊണ്ട് ചിലപ്പോ 1 മില്യൺ അതാണ് ഞങ്ങളൊരു അതെ ഗോൾ അതാണ് 1 മില്യൺ. നമ്മളുള്ള 300 ആൾക്കാരെ കുറച്ച് ആൾക്കാർ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഫിൽട്ടർ ചെയ്തിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ വെച്ചിട്ടു, അത് മാത്രം. ഓക്കെ ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ആർ വി? വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. അതെ, പറയൂ, പരിചയപ്പെടുത്ത്. ഇത് കൗസല്യ ചേച്ചി, ഇത് സുമലത. സിസ്റ്റേഴ്സ് ആണ്. അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞോടുക്ക്. ഞാൻ നുഷ. ഞാൻ ഷെഫ്രീന. ഇത് മിനു മുംതാസ്. അടുത്തത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വൈ എ യൂട്യൂബ് ചാനൽ? സത്യം പറഞ്ഞ കാര്യം അതാണ് നമ്മുടെ പ്രശ്നം, കയ്യിൽ 5 പൈസ ഇല്ല. ഇനി ഇതാണ് ലാസ്റ്റത്തെ വഴി. ഇതല്ലാതെ ഇനി ഒരു ഇതും നമ്മളെ മുന്നിലില്ല. എങ്ങനെങ്കിലും വൈറലായി പൈസ മുടക്കാതെ എന്തെങ്കിലും രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? കാറ് മേടിച്ച് വലിയ വീട് വെച്ച് പുറത്തൊക്കെ പോയി ഇതുവരെ ഒരു ഗിവ് അവേ കിട്ടാതെ തൊലിഞ്ഞു നിൽക്കുന്ന നമ്മളെ കൊണ്ട് ഒരു ഗിവ് അവേ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് നോക്കാം, ചലഞ്ച് ആയിട്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ചാനലിന്റെ നെയിം, പിന്നെ എന്തുകൊണ്ടാണ് അത് ഇട്ടത്? വൈ? നമ്മൾ ഉദ്ദേശിച്ചത്, നമ്മൾ എല്ലാരോടും ചോദിച്ചപ്പോ എല്ലാരും പറഞ്ഞത് തീട്ടം ഇടാനായിരുന്നു. അപ്പൊ ഞങ്ങള് 3 ആളായതുകൊണ്ട് നമ്മളൊരു ട്രയോ അല്ലെങ്കിൽ 3 എന്നൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ആലോചിച്ചപ്പോ നമുക്ക് കിട്ടിയൊരു പേരാണ് നമ്മൾ പേര് പറ നമ്മളിവിടെ റിവീൽ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വേണമെങ്കിൽ അപ്പൊ നമ്മളെ ചാനലിന്റെ നെയിം വരുന്നത് ഇതാണ്. അതെ, കാരണം ഞാൻ പിന്നെ വ്യക്തമാക്കി വൈ എന്നുള്ളത്. ഡീസന്റ് ആയിട്ടുള്ളത് പറയുകയാണെങ്കിൽ നമ്മൾ 3 ആളായതുകൊണ്ട് നമ്മളൊരു 3 idiots ആണ് നമ്മൾ ആദ്യം നോട്ട് ചെയ്ത് വെച്ചത്. പിന്നെ ട്രയോട്സിന് എത്തിയത് 3 idiots അതിൽ വെട്ടി ചുരുക്കിയിട്ടാണ് നമ്മൾ അതിലേക്ക് എത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എപ്പോഴാണ് നമ്മൾ ഒരുമിച്ചായത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. വളരെ ഇവൾ വന്നിട്ട് വളരെ സോറി ഗൈസ്, വളരെ ഈ മാക്കാച്ചി അറിയാലോ. അതിന്റെ രസം, അതിന് പ്രത്യേകിച്ച് രസമൊന്നുമില്ല. ഇത് വൃത്തിക്ക് പറഞ്ഞെടുത്ത് ഞാൻ 3 ആളും ഈ എപ്പോഴെവിടെ ജോയിൻ ചെയ്തത്? ഞാൻ ജോയിൻ ചെയ്തിട്ട് 2.5 വർഷം ആയി. ഞാനിവിടെ 2 വർഷമായി. 6 months. അപ്പൊ നമുക്ക് മനസ്സിലായി കാണുമല്ലോ, നമ്മൾ സെയിം ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത്, സെയിം സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫസ്റ്റ് ഇംപ്രഷൻ. ക്വസ്റ്റ്യൻ നല്ല രസം. ഈ ഫസ്റ്റ് ഇംപ്രഷൻ. ഞാനാണല്ലോ ഇവിടുത്തെ സീനിയർ, ഞാനാണ് ഇവിടെ ഫസ്റ്റ് വന്ന ആള്. അല്ല, ഞാൻ വന്ന സമയത്തൊക്കെ വലിയ ആൾക്കാരാണ്. ഈ ഒരു എന്താ പറയാ, ഏജിനനുസരിച്ചിട്ടുള്ള മാഡ്നസിനനുസരിച്ചിട്ടുള്ള ആള്. ഞാൻ വന്ന സമയത്ത് അത്രയും ആൾക്കാരില്ല, പക്ഷെ എല്ലാ ആൾക്കാരുമായിട്ട് ഓക്കെയാണ്. അത് കഴിഞ്ഞ് കുറച്ച് മാസം ഓഗസ്റ്റിലാണ് ഇദ്ദേഹം ഇവിടെ എത്തുന്നത്. ഞാൻ
ഞാൻ ദിവസം ലീവാണ്. എന്നിട്ട് ഇവിടെ തന്നെ വിളിച്ചു പറഞ്ഞു പുതിയൊരു സ്റ്റാഫ് വന്നിട്ടുണ്ട്, ഭയങ്കര തുള്ളിത്തെറിച്ച് നടക്കുന്നവരാണ്, എന്നെ പോലെ തന്നെ. അപ്പൊ ഞാൻ ഇങ്ങനെ എന്നെ പോലെ തന്നെ ബ്രദർ സംസാരിച്ചു. ചായ കുടിക്കാൻ പോയി. ഞങ്ങളെ മെയിൻ ഫാക്ടറാണ് ചായ. ആരാണോ കമ്പനിക്കൊത്ത് ചായ കുടിക്കാൻ വരുന്നത് പൈസ കൊടുക്കുന്നത് അവരാണ് ഞങ്ങളുടെ ടീം. പിന്നെ ഷഫ്രി പുതിയ ആളെന്ന് വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ, 6 months. ഞങ്ങൾ രണ്ടാളും കൂടി ചിന്തിച്ചപ്പോൾ ഞങ്ങൾ പുതിയ വരുന്ന ആൾക്കാരെ മെയിൻ ആൾ ഇന്റർവ്യൂ ചെയ്തിട്ട് നമ്മൾ ഇന്റർവ്യൂ ചെയ്യും. നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഏതാണ്ട് നമ്മളൊരു 11 മണിയാകുമ്പോൾ ഓക്കെ എന്ന് പറയുന്ന ആളാണെങ്കിൽ ഡൺ. അതെ. പെട്ടെന്ന് വരുന്ന ആൾ പറയും ഇല്ല ഞാൻ കുളിച്ചതേ ഉള്ളൂ, കുഴപ്പമില്ല. പക്ഷെ ഓക്കെ എന്ന് പറയുന്ന ആളാണെങ്കിൽ ഒരു നമ്മളെ കൂടെ ഉണ്ടാവും. അങ്ങനെ ഉള്ള ചായ ടീമാണ്. ചായ കുടിച്ചത് ചായ കുടിച്ചു തുടങ്ങിയിട്ടും. ഓക്കെ, ഇനി പറഞ്ഞു. പിന്നെ ഞാൻ ഇംപ്രഷൻ കഴിഞ്ഞോ? ഓ ഇംപ്രഷൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് എന്താ അഞ്ചാ പറയണ്ടേ ഇല്ലേ പുതിയ ആള്? ആ പറയട്ടെ. ഇവളെ പറ്റില്ല പറ്റി ആദ്യം പറ്റി പിന്നെ അവളെ പറ്റി. ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു പോളി ക്ലിനിക്കില് പോലെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യാൻ വരുന്നത്. അപ്പം ഇവിടെ വന്ന ടൈമിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇവിടെ വന്ന ടൈമിൽ 2 സ്റ്റാഫ്സിനെ കാണാൻ വേണ്ടി മീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇവിടെ കയറി വന്നപ്പം ഒരാൾ ഒരു മൂലയിലും അടുത്ത മറ്റേ മൂലയിലും ഇരുന്നിട്ട് ഫോണിൽ കളിക്കുന്നു. ഗൈസ് അത് ശ്രദ്ധിക്കണം. നമ്മൾക്ക് അന്ന് ഫ്രീ സെഷൻ ആയിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ വെറുത്തിരുന്നത്. അത് ശരിയാട്ടോ. ആ പീരീഡ് ആളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വെറുതെ അങ്ങനെ പറയുന്നത്. ഞാൻ നോക്കുമ്പം 2 ആളും ഒരേപോലെ അവിടുന്ന് വായി തുറന്നിട്ട് ഹായ് അപ്പൊക്ക് മനസ്സിലായി ഒരേ ഭ്രാന്തന്മാർ. അങ്ങനെ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, അതായത് വാട്ട്സ് ദ ബെസ്റ്റ് ആൻഡ് വേഴ്സ്റ്റ് അഡ്വൈസ്? ഇവിടെ മെയിൻ സംഭവം എന്താ വെച്ചാൽ ഇവിടെ ബെസ്റ്റ് ആയിട്ടൊരു അഡ്വൈസ് ഇല്ല. എന്താടോ ഇനി തന്നൊരു ബെസ്റ്റ് അഡ്വൈസ് എന്താ? ഞാൻ പറഞ്ഞ എന്നോട് പെട്ടെന്ന് കുട്ടികൾ ആവണം, ഇതാണ് പ്രശ്നം. അങ്ങനെ നമ്മൾ ഇതുവരെ ആർക്കും അങ്ങനെ അഡ്വൈസ് ഒന്നും കൊടുത്തിട്ടില്ല. നമ്മളിവിടെ ഇൻസ്പിറേഷൻസ് ആണ്. നമ്മളിവിടെ നിന്നിട്ട് പോവരുത്, ആരും പോവരുത് എന്ന് വിചാരിക്കുന്നെങ്കിൽ പോലും നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് പറയും നമ്മൾ കംഫർട്ട് സോൺ വിടണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു ഒരു ബെസ്റ്റ് അഡ്വൈസ് അതായിരിക്കും. നമ്മൾ ഈ കംഫർട്ട് സോണിൽ നിൽക്കരുത്, സെയിം ഇതിൽ തന്നെ കുറേ സമയം നിൽക്കരുത്, എക്സ്പ്ലോർ ചെയ്യണം, വേറെ വലിയ ക്ലിനിക്കിലേക്കൊക്കെ പോകണം. അതായിരിക്കും നമ്മൾ ബെസ്റ്റ് അഡ്വൈസ് ആയിട്ട് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ എപ്പോഴും ഒരേ സ്ഥലത്ത് ഒതുങ്ങി നിൽക്കരുതുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഓക്കെ എന്നാ റെസിഗ്നേഷൻ വെക്കാന്നൊക്കെ പറയുന്നത് റെസിഗ്നേഷൻ വെച്ചു കൊടുത്തുന്ന് നമ്മളത് മുടക്കും. അത് മുടക്കുക. അതെ, ഇനി നെക്സ്റ്റ് ബെസ്റ്റ് അതാണ്, വേഴ്സ്റ്റും അതാണ്. കാരണം നമ്മൾ ബെസ്റ്റ് ആയിട്ട് അഡ്വൈസ് കൊടുക്കും, പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾ ഇവിടെ ഉണ്ട്. അത് നമ്മൾ പിന്നീട് നമ്മൾ കാണിക്കും, അവളെ കാണിക്കുന്നുണ്ട്. ബെസ്റ്റും വേഴ്സ്റ്റും അതന്നെയാണ്. നമ്മൾ കംഫർട്ടിൽ നിൽക്കരുത് എന്ന് പറയും, എന്നിട്ട് ആ കംഫർട്ടിലേക്ക് വലിക്കുകയും ചെയ്യില്ല. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹിഡൻ ടാലന്റ്. ഗുഡ്. എല്ലാവർക്കും ഉള്ള കഴിവുകൾ വാരിക്കോരി പഠിച്ചോ കൊടുത്ത ഒരേ ഒരു ജന്മം ഇത് മാത്രമാണ്. And the hidden talent is 18+. അതിനൊക്കെ പറയൂ വരും. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇത് പണ്ട് വരുന്ന സമയത്ത് ഇത് ഹിഡൻ ടാലന്റ് ആയിരുന്നു. ഇത് പക്ഷേ ഇപ്പൊ നാട്ടുകാർക്ക് പുറത്തറിയാം.